അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബിരിയാണിയും സുർബാനും ബീഫ് ചില്ലി ആയിട്ടില്ലേ അതിൽ ഉള്ളി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇതാ തക്കാളി ഇതാ വെട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മൾ അതിലുള്ള ക്യാരറ്റ് കട്ട് ചെയ്യാണ്. ഇനി നമുക്ക് ഉള്ളി വാട്ടാനുള്ള ഓയിൽ ഒഴിച്ച് നമ്മൾ ആ ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി മൂത്ത് വന്നപ്പോൾ ഉള്ളി കോരി മാറ്റി വെച്ചു. ഇനി നമ്മൾ സുർബാനിക്കുള്ള ഓയിൽ ഒഴിച്ച് ഏലക്കായ ഇട്ട് ഉള്ളി വഴറ്റുകയാണ്. ഉള്ളി നന്നായിട്ട് വഴറ്റണം. അതിലുള്ള ഗ്രാമ്പും പട്ടയിട്ടു. ഇനി അതിലുള്ള തക്കാളിയും തൈരിട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി അതിക്ക് ആവശ്യമുള്ള ഉപ്പുണ്ടില്ല. ഇത് നന്നായിട്ടാണ് വഴറ്റുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളെ മാഗി ക്യൂബ് ഇട്ട് കൊടുത്ത് നല്ല വഴറ്റുക. ഇനി നമ്മൾ ബീഫ് ചില്ലിക്കുള്ള ബീഫ് വേവിക്കാൻ പോവുകയാണ്. അതിക്കുള്ള മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് മുക്കാൽ വേവിൽ വേവിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സുർബാനി മസാലയിലേക്ക് ചിക്കനും മല്ലിച്ചപ്പും ഇട്ട് വേവിക്കുക. ഇനി നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് സുർബാനിക്കുള്ള അരി ഇട്ട് കൊടുക്കുക. ഇനി ദമ്മിടാൻ വേണ്ടി വേവിച്ച ചിക്കനിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ റൈസിൻ്റെ മുകളിലേക്ക് ക്യാരറ്റ്, ഉണക്ക നാരങ്ങ, മുസമ്പിൻ്റെ തൊലി എന്നിവ വിതറിയിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. അതിനാവശ്യമായ നെയ്യും ഓയിലും ഒഴിക്കുക. ഇനി നമുക്ക് ബീഫ് ബിരിയാണിക്കുള്ള ബീഫ് റെഡിയാക്കാം. അതിനാവശ്യമായ പച്ചമുളക്, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, മുളകും പൊടി, വലിയ ജീരകം, കറിവേപ്പില എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കുക. ബീഫ് കുറച്ച് വെന്ത ശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ബീഫ് മസാല എല്ലാം പാകത്തിന് ഇട്ട് കൊടുക്കുക. വേവ് പാകമായ ബീഫിലേക്ക് മല്ലിച്ചപ്പ്, പുതിന, ഗരം മസാല, പെരിഞ്ജീരകം പൊടിച്ചത് എല്ലാം മിതമായ രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് വേവിക്കാം. ഇനി നമ്മൾ ദമ്മിടാൻ പോവാണ്. വേവിച്ച് വെച്ച റൈസിനെ നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ക്യാരറ്റ് എന്നിവ വിതറി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ 2 ലെയറായി ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ആവശ്യമായ നെയ്യും ഓയിലും ഒഴിച്ചു കൊടുത്ത് ദമ്മിട്ട് വെക്കുക. ചില്ലിക്കുള്ള ബീഫ് റെഡി ആയിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്ത് മസാല കൂട്ടാം. മസാലയ്ക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കോഴിമുട്ട, മുളക് പൊടി, കസൂരി മേത്തി, കോൺഫ്ലവർ പൗഡർ, ഉപ്പ്, പെരുംജീരകം പൊടിച്ചത് എല്ലാം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് മിക്സ് ചെയ്യുക. ആവശ്യമെങ്കിൽ കുറച്ച് എള്ളു കൂടി വിതറി നമുക്കത് പാകം ചെയ്തെടുക്കാം. ഹായ്, എന്തൊക്കെ എല്ലാവരും വെക്കാനോ? ഇന്ന് നമ്മളെ സ്പെഷ്യൽ ബിരിയാണി, അതുപോലെ ചിക്കൻ സുർബൈനി, ബീഫ് ബിരിയാണി, ബീഫ് ചില്ലി, ഈ 3 ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല മഴയും നല്ല തണുത്ത കാലാവസ്ഥയും നല്ല ചൂടുള്ള ബിരിയാണി. നമുക്ക് സുർബാനി ടെസ്റ്റ് ചെയ്യാം. നല്ല രസം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലേ
നിഷാൻ ഡക്കർ ബൈ റിയ എന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് അടിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാം. ബൈ.